നമസ്കാരം. കഴിഞ്ഞ ദിവസം വർഗീയ പരാമർശമുള്ള പോസ്റ്റർ പതിച്ച അന്യസംസ്ഥാന തൊഴിലാളിയെ തിരുവനന്തപുരത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിനുശേഷം ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ കണ്ടത് തിരുവനന്തപുരത്ത് കലാപം ഉണ്ടാക്കാനായി ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ശ്രമിക്കുന്നു എന്നുള്ള വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ കേരളമായതുകൊണ്ട് നമുക്ക് അതൊക്കെ വിശ്വസിച്ച് കഴിയൂ. അല്ല, കേരളത്തിൽ ഇതൊക്കെ നടക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. കാരണം പല സംവിധാനങ്ങളും കേരളത്തിലാണ് ഇതിൻ്റെ കേന്ദ്രം. നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കേന്ദ്രം മുഴുവനും കേരളത്തിൽ നിന്നാണ്. അതിൻ്റെ ബുദ്ധി കേന്ദ്രം കേരളത്തിൽ നിന്നാണ്. അതുപോലെ പിന്നെ നമ്മൾ എന്താ പറയുക, മറ്റേ സ്ലീപ്പിംഗ് സെല്ലുകൾ അതിനുവേണ്ടി ട്രെയിനിങ് നടത്തിയതെല്ലാം കേരളത്തിലാണ്. ഇങ്ങനെ കേരളത്തിൽ ആർക്കും വരാം, എന്തും ചെയ്യാം, ഇവിടെ വളരെ സുരക്ഷിതമാണെന്നുള്ളൊരു ബോധം. കാരണം ഒരു പിന്നെ വടക്കേന്ത്യയിലെ ഇവിടെ UP-ലാണ് കണ്ടല്ലേ നമ്മൾ വിമാനം ട്രെയിൻ വന്ന് കത്തിച്ചിട്ട് പോയവൻ കേരളത്തിൽ വന്ന് അതെല്ലാം ചെയ്യാമെന്നുള്ളൊരു സൗകര്യമായതുകൊണ്ട്. കാരണം ഇവിടെ സർക്കാർ പിന്തുണ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള പിന്തുണ ഉണ്ട് ഈ തീവ്രവാദിക്ക് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ജീവിക്കാൻ തന്നെ ഭയമാണ്. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. കാരണം ഇവിടെ നിന്നൊരു കലാപം ഉണ്ടാക്കുക, ആ കലാപത്തിൻ്റെ നേതൃത്വം ചില ആൾക്കാരൊക്കെ ഏറ്റെടുക്കുക, അതുവഴി ഒരു വല്ലാത്ത പിന്നെ എന്താ പറയുക, കേരളത്തെ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റിയെടുക്കുക. ഇതൊക്കെ കുറെ കാലമായിട്ട് നടക്കുന്നതാണ്, ഇപ്പോഴും അജണ്ടയിലുള്ളതും തന്നെയാണ്. അതാണ് സുരേഷേ എനിക്ക് തോന്നുന്നത്. അല്ല, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ തവണ രണ്ട് മുൻ പോലീസ് മേധാവിമാർ, അതായത് ഒന്ന് സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും, ഇവർ രണ്ടുപേരും വിരമിക്കൽ പ്രസംഗത്തിലാണ് ലോക്നാഥ് ബെഹ്റ പറഞ്ഞത് കേരളത്തിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടെന്നോ റിക്രൂട്ടിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ. അതിനു മുമ്പ് തന്നെ TP സെൻകുമാർ പറഞ്ഞിരുന്നു കേരളം തീവ്രവാദികളുടെ ഹബ്ബാണെന്നൊക്കെ. അന്ന് അദ്ദേഹത്തെ സംഘി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു. പക്ഷേ ലോക്നാഥ് ബെഹ്റ എപ്പോഴും പിണറായി വിജയനോട് ഒട്ടി നിന്നതുകൊണ്ട് അത്തരത്തിലുള്ള വിളിയൊന്നും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നില്ല. അത് വലിയ വാർത്തയുമായിട്ടില്ല. ഇനി ഇതോടൊപ്പം അതൊരു സംസ്ഥാനത്തെ പോലീസ് മേധാവിമാരാണ് ഇത്രയും വിവരം പുറത്തുവിട്ടത്. അതും അത്രയും ദിവസം അവർ രഹസ്യമാക്കി വെച്ചതിന് ശേഷമാണ് ലോക്നാഥ് ബെഹ്റ വിരമിക്കൽ പ്രസംഗത്തിൽ ഇക്കാര്യം പറഞ്ഞത്. പക്ഷെ അത് അന്നൊരു ചെറിയ വാർത്തയായി എന്നുള്ളതല്ലാതെ അതിനുശേഷം അതിന് വലിയ പ്രാധാന്യം കാണാനോ ഗവൺമെന്റ് അതിനെ എന്താണ് നടപടി, അദ്ദേഹം ഒരു DGP ആണ് പറഞ്ഞത്, അത് എന്തുമാത്രം അതിനകത്ത് ശരിയുണ്ടെന്ന് മനസ്സിലാക്കാനോ അതിനെ അങ്ങനെ ഇഗ്നർ ചെയ്യുന്നതാണ് നമ്മുടെ ഭരണകൂടം. എന്താണ് ഒരുതരം നിസ്സംഗതയാണ് നമ്മുടെ ഗവൺമെന്റിനുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ലക്ഷക്കണക്കിന് പേർ ഇവിടെ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് പേര്, ഒരുപക്ഷെ 1 ലക്ഷത്തിലധികം പേര്. 1 ലക്ഷമല്ല, 5,20,000 എന്നാണ് സർക്കാർ കണക്കെങ്കിലും 35 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്നാണ് അനൗദ്യോഗിക വിവരം. സർക്കാരിന്റെ കണക്ക് 5 ലക്ഷത്തിലേറെ. അതിന്റെ ഒരു ആദ്യ അനുഭവം നമ്മൾ എന്തൊക്കെയായിരുന്നില്ല, 35 ലക്ഷം പേര് അന്യ സംസ്ഥാന തൊഴിലാളികൾ ഈ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ 35 ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 10%. അതെ, അത് വലിയൊരു സംഭവമല്ലേ. അവർക്ക് ഒരു നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും നിർണായകമായ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ഒരു, ഇന്നിപ്പോ ഒരു പത്രത്തിൽ കണ്ട ഒരു ഇതുപോലെ അന്യ സംസ്ഥാന നിർമ്മാണ തൊഴിലാളിയായിട്ട് വന്നിട്ട് അയാൾ ഒരു വലിയൊരു ഹോട്ടൽ മുതലാളിയായ ഒരു വാർത്ത ഇന്ന് ഏതോ പത്രത്തിൽ ഞാൻ കണ്ടു. അതൊക്കെ നടന്നോട്ടെ. അല്ല, അത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും ഇവിടെ പല ഷോപ്പുകളും അവരുടെ ഉടമസ്ഥതയിലാണ്. ഈ ചെറിയ സാധാരണ രീതിയിൽ വരുന്നവരാണ്. അവരിവിടെ പെൺവാണിഭ സംഘം നടത്തുന്നുണ്ട്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നുണ്ട്, മറ്റു പല ബിസിനസ്സുകളും നടത്തുന്നുണ്ട്. അപ്പൊ ഇത് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വരുന്നവരുണ്ട്. അവരെ അല്ല പറയുന്നത്, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. പിന്നെ ഈ CPM-ന്റെ ഒരു രീതി നമുക്കറിയാം. അത് എവിടെ ഒരു 4 പേര് കൂടി നിന്നാലും അവരെ പിടിച്ചൊരു സംഘടന ഉണ്ടാക്കുന്ന ഒരു രീതി, CIT യൂണിയൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത്. ഇപ്പൊ അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് പൂശി അവർക്ക് വേണ്ടിയിട്ട് എന്നിട്ട് അവരൊരു യൂണിയൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അതിപ്പോ ഉണ്ടെന്നാണ് തോന്നുന്നത്. പലയിടത്തും അങ്ങനെ ഒരു യൂണിയൻ ഉണ്ട്. പക്ഷെ ഈ ഗവൺമെന്റ് എന്നുള്ളൊരു ഗവൺമെന്റ് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ ഇവിടെ വരുന്ന ആൾക്കാർ എവിടെ നിന്ന് വരുന്നു, അവർക്ക് എന്താണ് അവരുടെ പശ്ചാത്തലം, അവരുടെ ഒരു റെക്കോർഡ്, അവരുടെ ഒരു പിന്നെ ജീവിത റെക്കോർഡ് എന്താണ് എന്നൊക്കെ പരിശോധിക്കാൻ ഇവിടെ യാതൊരു സംവിധാനവുമില്ല. എത്ര പേരുണ്ടെന്ന് ഗവൺമെന്റ് പോലും കണക്കില്ല, പോലീസിന് കണക്കില്ല. ഇവിടെ ഇവരെ കൊണ്ടുവരുന്നത് ആരാണ്, ഏത് ഏജൻസിയാണ് ഇവിടെ എത്തിക്കുന്നത്, ഇവരെന്താണ് ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നോക്കാനുള്ള ഒരു സംവിധാനമില്ല. എന്ത് ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. ഇവരെന്ത് ചെയ്താൽ ഇപ്പോൾ ഈ ഒരു ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് സംശയിക്കുന്ന ഒരുത്തൻ ഇങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ ഒരിക്കൽ തനിച്ച് തോന്നി ചെയ്യുന്നതല്ല.
അവന്റെ പിന്നിൽ നല്ലൊരു ടീമുണ്ട്, നല്ലൊരു സംവിധാനമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിപ്പോ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി വേണ്ടപ്പെട്ടവർക്ക് റിപ്പോർട്ട് കൊടുക്കാനേ പറ്റൂ. ആ റിപ്പോർട്ട് സാധാരണ അവിടെ ചെന്നിരുന്ന് ഉറങ്ങും, അതാണ് പറ്റുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ ഈ കോവിഡ് കാലത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് അന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസിന്റെയും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെയൊക്കെ കണ്ണുവെട്ടിച്ച് 3500ഓളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കോട്ടയത്ത് പായിപ്പാടോ അവിടെ ഒന്നിച്ചത്. അന്ന് ഇന്റലിജൻസ് വിഭാഗം തന്നെ ഞെട്ടിയിരുന്നു. കാരണം എങ്ങനെയാണ് ഇവർ ഇത്രയും ഭാഗത്ത് സംഘടിച്ചെന്നുള്ളത്. പക്ഷെ അതിനെ പോലും വെറും നിസ്സാരവൽക്കരിച്ച് കളയുകയാണ്. അല്ല, അപ്പൊ നാളെ അവർക്ക് ഇനി ഇതുപോലെ സംഘടിപ്പിക്കാനുള്ള ശേഷിയുണ്ട്, അവർ സംഘടിക്കാൻ ശേഷിയുണ്ട്. നമ്മുടെ ഈ കേരള സമൂഹത്തിലെ ജീവിതത്തെ നിയന്ത്രിക്കാനും ജീവിത ചലനത്തെ നിയന്ത്രിക്കാനും അവർക്ക് ശേഷിയുണ്ട്. പക്ഷേ അവരൊന്നും ഇവിടെ വരരുതെന്നും ഇവരെല്ലാം ആട്ടി ഓടിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. കാരണം നമുക്കിവിടെ ജോലി ചെയ്യാൻ ആളില്ല. നമ്മളെ ആൾക്കാരെ മൊത്തം ഈ വൈറ്റ് കോളർ ജോലിക്ക് വേണ്ടി നമ്മൾ വിദേശത്ത് പോകുന്നു, അവിടെ പോയി ജോലി ചെയ്യുന്നു. അവിടെ ചെന്ന് ഏത് ബ്ലാക്ക് കോളർ ജോലി അവരവിടെ ചെയ്യും. പക്ഷേ ഇവിടെ വൈറ്റ് കോളർ ജോലി ചെയ്യുള്ളൂ. നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ ആൾ വേണം, നമ്മുടെ കടകളിൽ ചായ അടിക്കാൻ ആൾ വേണം, പാത്രം കഴുകാൻ ആൾ വേണം. നമുക്കിവിടെ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വന്നേ പറ്റൂ. അപ്പം നമ്മുടെ നാട് ചലിച്ചുകൊണ്ട് പോകണം. കേരളത്തിൻ്റെ സംവിധാനങ്ങൾ ചലിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ നടത്താനും ജോലികൾ ചെയ്യാനും ഇവിടെ ആൾ വേണം. അതിന് വിദേശത്ത് നിന്ന് അല്ല അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ പറ്റൂ എന്നുള്ള അവസ്ഥയായി നമ്മുടെ കേരളത്തിലെ ജീവിതം അങ്ങനെയായി. പക്ഷേ ഇവർ എങ്ങനെ വരുന്നു, ആരൊക്കെയാണ്, ഇവർക്ക് എന്താണ്, ഇവരുമേൽ എന്താണ് ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം, അധികൃതരുടെ നിയന്ത്രണം? അവിടെയാണ് പ്രശ്നം. അല്ല, അത് മാത്രമല്ല, ഇവിടെ പലപ്പോഴും ഇവിടെ തീവ്രവാദികളെ UP പോലീസും മറ്റും വന്ന് പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്, ഡൽഹി പോലീസൊക്കെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെയുള്ള മാധ്യമങ്ങളിൽ കൂടെ വിവരം അറിയുന്നത്. ഒരു ചെറിയ കോണത്തിൽ പതിവ് വാർത്തയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ രഹസ്യാന്വേഷണ വിഭാഗ ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. അവരിത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അവര് ആർക്കാണോ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവാം. അവരുടെ ജോലിയാണ്, അവരെ കുറ്റം പറയാൻ കഴിയില്ല. UP-യിലോ മറ്റൊരു രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ അതിൽ 90% സ്ഫോടനങ്ങളിലും ഒരു മലയാളിയുടെ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പട്ടാമ്പിയിലും പിന്നെ ഒരാൾ അടൂർ ഉള്ള 2 പേര് അവിടെ UP-യിലെ ഒരു സ്ഫോടനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് പോലും അറിയില്ല അവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ അത്ര തന്ത്രപരമായിട്ടാണ് അവരുടെ ഓരോ നീക്കങ്ങളും നടത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, യഥാർത്ഥത്തിൽ ഈ ഒരു നാമധാരി, ഒരു പ്രത്യേക നാമധാരികളെ കുറിച്ച് അത് എന്തോ ആയിക്കോട്ടെ. ഉദാഹരണത്തിന് മനാഫിന്റെ കാര്യം. ഈ മനാഫിന്റെ കാര്യത്തിൽ പോലും മനാഫ് എന്നുള്ളൊരു പേര് മാത്രമാണ്. ആ പേരിൽ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ചില സംശയാസ്പദമായ കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് പോലും എന്തൊരു തരം സൈബർ ആക്രമണങ്ങളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമ്മൾ അനുഭവിച്ചതുമാണ്. അപ്പം അത് ആ ഒരു രീതിയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരിലൊക്കെ വളരെ ഭയാനകമാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. ചുവന്ന തെരുവ് പോലെ ആയിരുന്നു. അതിനെക്കാളും ഗതികേടാണ്. അവിടെ അവരുടെ കൺട്രോളിലാണ്. അവിടെ നമ്മുടെ ഭരണാധികൂടത്തിനോ ഒന്നും അവിടെ ചെയ്യാൻ കഴിയുന്നില്ല. ഒരു 6 വയസ്സായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, 3 വയസ്സായി അല്ലേ, നമ്മള് തട്ടിക്കൊണ്ടുപോയി 6 വയസ്സ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ട് അവിടെ മൃതദേഹം കണ്ടെത്താൻ പോലും പോലീസിന് വളരെ പ്രയാസമായിരുന്നു. കാരണം അവരുടെ ഏരിയയാണ്, അവരുടെ കൺട്രോളാണ് ആ പ്രദേശമെല്ലാം. അപ്പോൾ പോലീസിന് അവിടെയൊന്നും പോയി അന്വേഷിക്കാനോ നമുക്ക് കഴിയുന്നില്ല. അവിടുത്തെ എല്ലാ ലോഡ്ജുകളിലും കൃത്യമായിട്ടുള്ള അനാശാസ്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് പല വിവരങ്ങളും വരുന്നത്. സത്യത്തിൽ ഒരു പ്രത്യേക സംസ്കാരവും രീതിയും ഒക്കെ ഉള്ള നാടായിട്ട് പെരുമ്പാവൂർ മാറിയിരിക്കുന്നു. നമ്മുടേതല്ലാത്ത ഒരു നാടായിട്ട്, കേരളത്തിൻ്റെതല്ലാത്തൊരു നാടായിട്ട് പെരുമ്പാവൂർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പലരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്കവിടെ അത് കഴിയുന്നില്ല? നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങൾക്കൊന്നും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഈ വരുന്ന ആൾക്കാർ എത്ര പേരുണ്ട് കേരളത്തിൽ ഇങ്ങനെ ജോലി ചെയ്യാൻ വരുന്നവർ? ഏതെല്ലാം കോൺട്രാക്ടർമാരുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത്? ആ കോൺട്രാക്ടർമാർക്ക് അറിയാമോ ഇവരെവിടെ നിന്ന് വരുന്നു? അവിടെയാണല്ലോ പ്രശ്നം. ഇപ്പോൾ ഓരോ കോൺട്രാക്ടർമാരുടെ കീഴിലാണല്ലോ അവർ ജോലി ചെയ്യുന്നത്. അല്ലാതെ ജോലി ചെയ്യുന്നവരും ഉണ്ട്. അതായത് രാവിലെ വന്ന് റോഡിൽ ഇറങ്ങി നിന്നിട്ട് കൂലിക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ എന്നാലും മിക്കവാറും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുഴുവനും ഓരോരോ കോൺട്രാക്ടർമാരുടെ കീഴിലാണ്. ആ കോൺട്രാക്ടർമാർക്ക് അറിഞ്ഞിരിക്കണം, അവരുടെ കയ്യിൽ ഒരു രേഖ ഉണ്ടായിരിക്കണം, അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആരാണ്, അവരെന്താണ്, അവരെന്ന് എവിടെ നിന്ന് വരെയാണ്, അവരുടെ ഒരു ചെറിയ ഐഡന്റിറ്റി അവർക്ക് ഉണ്ടായിരിക്കണം. പക്ഷെ ഒന്നും നമുക്കില്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയൊക്കെയാണ് നിയമമെങ്കിലും
ഇപ്പോൾ വ്യാജ എന്താണ് തിരിച്ചറിയൽ കാർഡൊക്കെ ഇന്ത്യൻ പൗരനാണെന്നുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ വരുന്നതെന്നാണ് പറയുന്നത്. പലരും ബംഗ്ലാദേശികളാണ്. അപ്പോൾ അവരെ അങ്ങനെ വിളിക്കാൻ പാടില്ല, അതിഥി തൊഴിലാളികളെന്ന് വിളിക്കണം. അതെ, അതിഥി തൊഴിലാളികളെന്ന് വിളിക്കണം. പക്ഷെ സുരേഷ്, നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് ഇതുപോലെ നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്ത് എത്തിയിരിക്കുന്നവരെ തിരിച്ചറിയാനും അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ തിരിച്ചു ഓടിക്കാനും അതുകൊണ്ടാണല്ലോ ഇവരെയൊക്കെ പോറ്റുകയും ഇവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നവരൊക്കെ ഇതിനെ എതിർക്കുന്നത്. അവിടെയാണ് പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതാ ഇപ്പൊ തന്നെ 2011 നടത്ത കന്യാകുമാരിയാണ്, 2021 നടത്തേണ്ടതാണ്, കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് തകരാറില്ല, നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പോയാൽ ഉടനെ തന്നെ എതിർപ്പുമായിട്ട് രംഗത്ത് വരും. ഇതാ കണക്കെടുക്കുന്നു, മറ്റേ ജാതി നോക്കി കണക്കെടുക്കുന്നു, വർഗം നോക്കി കണക്കെടുക്കുന്നു, പേര് നോക്കി കണക്കെടുക്കുന്നു, ഞങ്ങൾ അമ്മാരെല്ലാം ഇവിടെ നോക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തും. എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തിന്റെ പൗരന്മാരാരാണെന്നും രാജ്യത്തിന്റെ കടന്നു കയറി വന്നിരിക്കുന്ന പൗരന്മാരല്ലാത്തവരാരാണെന്നും കണ്ടെത്താൻ ഒരു സർക്കാരിന് ഒരു സർവേ നടത്തേണ്ടതും പരിശോധന നടത്തേണ്ടതും സർക്കാരിന്റെ കടമയാണ്. അത് ചെയ്യാൻ അനുവദിക്കില്ല. പൗരത്വം നിയമം കൊണ്ടുവന്നാലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പൗരത്വ പരിശോധന കൊണ്ടുവന്നാലോ ഉടനെ എതിർക്കുന്നു. ഇത് പ്രത്യേകിച്ച് തുടക്കം കേരളമാണ്. ഇതിനെല്ലാം ബുദ്ധി കൊടുക്കുന്നതും കേരളമാണ്. ഇപ്പോൾ യാതൊരു സുരക്ഷയും ഇല്ലാതെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതൊക്കെ നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വർഗീയത. അല്ല, ഭരണകൂടം ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. പക്ഷെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ജോലി ചെയ്യുന്നു, അവർ റിപ്പോർട്ടുകൾ കൊടുക്കുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് വച്ച് പൂഴ്ത്തി വയ്ക്കുന്നു, വോട്ടിന് വേണ്ടിയിട്ട് പലതും പൂഴ്ത്തി വയ്ക്കുന്നു. ഇത് കേരളത്തിന്റെ പൊതു ജീവിതത്തെ തകർക്കുന്നതാണ്. നമ്മുടെ തലമുറ, നമ്മുടെ അടുത്ത തലമുറ കേരളത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയാണ് നമുക്കുള്ളത്. നമ്മുടെ മക്കളെല്ലാം എങ്ങനെ ജീവിക്കും, ഇവിടെ അവരെന്തായിട്ട് ജീവിക്കേണ്ടി വരും എന്നത് വല്ലാത്ത ആശങ്ക തന്നെയാണ്. ഇപ്പം എന്തായാലും വരട്ടെ, അത് കണ്ടറിയാൻ കാര്യങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാൽ വർഗീയതവാദിയാക്കും, സംഘീയാക്കും. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. എന്തായാലും കാത്തിരുന്ന് കാണാം.